നഴ്സിംഗ് ഒരു ബെറ്റർ കരിയർ ഓപ്ഷനാണോ? നഴ്സിംഗ് മേഖല പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ. 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കോളേജിന്റെ അഫിലിയേഷൻ, അപ്രൂവൽ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കോളേജ് തിരഞ്ഞെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ 4 വർഷത്തെ നിങ്ങളുടെ പഠനം വ്യതയിലായി പോകും. കേരളത്തിലാണ് എങ്കിൽ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്നാണ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ വരുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും തമിഴ്നാട്ടിൽ ഡോക്ടർ എം.ജി.ആർ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസുമാണ് വരുന്നത്. അനാട്ടമി, ഫാർമക്കോളജി, ഫിസിയോളജി മുതലായ ബയോളജിയുടെ വേറെ വേറെ തലങ്ങളിലുള്ള വിഷയങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇതിനൊക്കെ പുറമെ പേഷ്യന്റിനോട് ഒരു മാനുഷിക പരിഗണനയോടെ പെരുമാറാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് സ്വായത്തമായിട്ട് ഉണ്ടാകണം. നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ ഏറ്റവും ആവശ്യം പ്രാക്ടിക്കൽസ് ആണ്. തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽസ് ആണ് ഈ കോഴ്സിൽ വരുന്നത്. ഫസ്റ്റ് ഇയർ മാത്രമാണ് നമുക്ക് തിയറി കൂടുതൽ വരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങും ട്രെയിനിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തമായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉള്ളതോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ എങ്കിലും ഉള്ള ക്യാമ്പസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കരിയറിനും പ്രൊഫഷനും നല്ലതായിരിക്കും. കാരണം ആ കോളേജിൽ പഠിച്ചതാണ്, അവർക്ക് സ്വന്തം ഹോസ്പിറ്റൽ ഉള്ളതാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റിന് കിട്ടുന്ന ഒരു സാധ്യത കൂടി അതിൽ കൂടുതലായിരിക്കും.